നല്ല കൊഴുത്ത ചാറോട് കൂടിയ മീൻ കറി എങ്ങനെ വയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. DR കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു ചട്ടി ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അല്പം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുമാണ്. അത് ചെറുതായി അരിഞ്ഞതാണ്. 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. അല്പം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 8 ചെറിയ ഉള്ളിയാണ്, അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു ചെറിയ സവാളയുടെ പകുതിയാണ്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി നല്ലോണം ഉണ്ടെങ്കിൽ ഒരു 15 ചെറിയ ഉള്ളി ഇട്ടാൽ മതിയായിരിക്കും. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ സവാള കൂടി ചേർത്തത്. സവാള വേഗം വഴന്ന് കിട്ടുന്നതിനായിട്ട് അല്പം ഉപ്പ് കൂടിയിട്ട് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതൊരു 3 മീഡിയം സൈസ് തക്കാളിയാണ്, നല്ല പഴുത്ത തക്കാളിയാണ്. അത് ഞാൻ നന്നായി അരച്ചെടുത്ത് കൊണ്ടുവന്നതാണ്. ഇനി ഇത് നന്നായി ഒന്ന് വെള്ളമെല്ലാം വറ്റി നന്നായി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ ഗ്രേവി എല്ലാം വറ്റി നല്ല തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ നല്ല മുളക് പൊടിയുമാണ്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുടംപുളി ഞാനൊരു ചെറിയ പീസ് കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി ഇട്ടിരിക്കുന്നത് കൊണ്ട് ഓൾറെഡി പുളിയുണ്ട്, നിങ്ങളുടെ പുളിയുടെ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് ചൂടുവെള്ളമാണ്, ഒരു 1.5 കപ്പ് ചൂടുവെള്ളമുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളമെല്ലാം ഒന്ന് നന്നായി തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/2 കിലോ മീനാണ്. ഇത് ചൂരമീനാണ്. അത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം എടുത്തതാണ്. അത് ഇട്ട് കൊടുക്കാം. മീൻ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മീൻ പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമ്മൾ കയ്യിലിട്ട് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഇത് വെന്ത് വന്നിട്ടുണ്ട്, നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അതിന് മുകളിലേക്ക് അല്പം കറിവേപ്പില ഫ്രഷായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ചാറെല്ലാം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 പീസ് ടൊമാറ്റോയാണ്, അതുകൂടി അത് നിങ്ങളുടെ ഇഷ്ടമാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഫ്രഷ് ആയിട്ടുള്ള ടൊമാറ്റോ ഈ കറിയിൽ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്